നമുക്ക് നമുക്ക് ലിസി ജേക്കബിനെ വചനം നൽകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആത്മേഷ കൂട്ടായ്മയുടെ പേരിൽ ക്ഷണിച്ചു കൊള്ളുന്നു. കമ്പ്യൂട്ടറിന് ഒരു ഇച്ചിരി എന്റെ കമ്പ്യൂട്ടറിന് ഒരു ഇച്ചിരി പ്രോബ്ലം വന്ന് ഞാനൊന്ന് സൈൻ ഔട്ട് ആക്കിയിട്ട് മൊബൈലിൽ ജോയിൻ ചെയ്യാമേ. സോറി. ആയിക്കോട്ടെ, ഇപ്പൊ കുഴപ്പമില്ല. നമുക്ക് ഒരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ കേൾക്കുന്ന ഇവരുടെല്ലാം മൊബൈലുകളെല്ലാം ഈശോയെ എടുക്കണമേ, വിശുദ്ധാത്മേന്റെ ശക്തിയാൽ നിറയ്ക്കണമേ. കേൾക്കുന്ന വചനങ്ങളെല്ലാം പ്രാർത്ഥനയാകുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് തരണമേ. ഈ മണിലൂടെ അവിടുത്തെ വചനത്തിന്റെ ശക്തി വചനം ഞങ്ങൾക്ക് നൽകുവാനിടയാക്കി തീർക്കണമേ. പരിശുദ്ധാത്മന്റെ അഭിഷേകത്താൽ ഞങ്ങൾ നിൽക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വചനത്തിന് വേണ്ടി തോർക്കാം. സഹോദരി സഹോദരങ്ങളെ, കർത്താവിന്റെ നാമത്തില് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിലായിരിക്കുകയാണ്. ആക്ച്വലി ആഴ്ചകൾക്ക് മുമ്പേ പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ സമയമായപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പേടിയായിപ്പോയി. കാരണം ഈശോയെ വലിയ വചനപ്രഘോഷകരൊക്കെ വന്നു നിന്ന വേദിയാണ് കർത്താവെ. എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എന്നോട് സംസാരിച്ചൊരു വചനമാ. ഞാനത് എവിടെ പോകുമ്പോഴും അത് എപ്പോഴും പറയാറുണ്ട്. നിന്നെ വിളിച്ചവൻ തെസ്സലോനിക്ക 5:24, 1 തെസ്സലോനിക്ക 5:24. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവിടുന്ന് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. ഞാനിങ്ങനെ നോട്ടൊക്കെ എഴുതി ബൈബിളൊക്കെ ഇത് ചെയ്ത് ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് ഈ 2 ആഴ്ചയായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എംപ്റ്റി ആയിട്ടാണ് ഇരിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ സംസാരിക്കും. കാരണം എനിക്ക് തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പക്ഷെ അഡോറേഷൻ ചാപ്പലിൽ പോയിരുന്നു പ്രാർത്ഥിക്കാൻ ഒരു കൃപ ഈശോ തന്നു. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഈശോയ്ക്ക് മഹത്വം. നമുക്ക് കർത്താവെ, ഈ പാവിയായ അടിയനിതാ അവിടുത്തെ മുമ്പിൽ ബിഗ് സീറോ ആയിട്ട് നിൽക്കുന്ന ഈശോയെ. ബിഗ് സീറോ ആണല്ലെങ്കിലും അവിടുന്ന് സംസാരിക്കണമേ അടിയനിലൂടെ. എനിക്കൊന്നും അറിയത്തില്ല ഈശോയെ. നമുക്കൊരു നിമിഷം നമ്മുടെ ഓരോരുത്തരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോ നമ്മള് കുരിശിന്റെ വഴിയെല്ലാം ചൊല്ലി പ്രാർത്ഥിച്ചു. ഈശോ നമ്മുടെ കൂടെ ആയിരുന്നു. ഈ കൂട്ടായ്മയിൽ ഇറങ്ങി വരുന്ന ഈശോ നമ്മുടെ മധ്യത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു തമ്പുരാനാണ്. ആ ഈശോനെ നമുക്കൊരു നിമിഷം ഒന്ന് ആരാധിച്ചതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ഈ ലോകമോഹങ്ങളേക്കാൾ ഈ ലോകവിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിനും ഉപരിയായി ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ഈ ലോകസമ്പത്തിനേക്കാൾ ഈ ലോകബന്ധങ്ങളേക്കാൾ
എല്ലാറ്റിനും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. സർവശക്തനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈ കൂട്ടായ്മ ഓർത്ത് ഈശോയെ നന്ദി പറയുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോട് ആദ്യമേ തന്നെ ഞാൻ പറയുകയാണ്, ഇന്നലെ ഞാനും എൻ്റെ 2 കൂട്ടുകാരും കൂടെ കൂടി, ഞങ്ങളുടെ പ്രാർത്ഥനയുള്ള സഹോദരങ്ങളും കൂടെ കൂടി ഉച്ചയ്ക്ക് ഒരു പ്രചോദനം തന്ന അവര് ഈശോ വിളിപ്പിച്ച് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ ആ പ്രാർത്ഥിച്ചതിൽ ഒരാള് ഇങ്ങനെ എന്നോട് പെട്ടെന്ന് പറയാണ്, ചേച്ചി നോക്ക്, കുറെ ആത്മാക്കള് വെന്ത് കരിഞ്ഞ് കുറെ ആത്മാക്കൾ ഇങ്ങനെ തീയിൽ ചാടുന്ന പോലെയോ കത്തിക്കരിഞ്ഞിരിക്കുന്ന പോലെയൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന്. അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് മനസ്സിലായത്, ഇന്ന് ഇവിടെ ഈ ആത്മരക്ഷാ കൂട്ടായ്മയില് ദൈവമേ ഇതിനെപ്പറ്റിയാണല്ലോ സംസാരിച്ചതെന്ന്. ഈശോ അവർ കർത്താവിനെ എല്ലാം അറിയാം. നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ അവിടുന്ന് എല്ലാം നമുക്ക് വേണ്ടി ചെയ്തിരിക്കും. ഞാനിവിടെ വചനം എടുത്തു വെച്ചു, അത് മാറിപ്പോയി, എനിക്കറിയാം. നമ്മൾ എന്തൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചാലും ഈശോ അതേപോലെയല്ല നമ്മളെ പരിശുദ്ധാത്മാവ് നയിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് കർത്താവ് സംസാരിക്കുന്നത് മാത്രമാണ് ഇന്ന് ഞാനും പറയാൻ ആഗ്രഹിക്കുന്നത്. ഈശോ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ എന്നും വിശുദ്ധ കുർബാനയിൽ ഈശോനെ സ്വീകരിക്കുന്നു. ആ ജീവിക്കുന്ന ദൈവത്തിന്റെ കൂടെയാണ് നമ്മളെന്നുള്ളത്. അവനെ രുചിച്ചറിഞ്ഞവരാണ് നമ്മൾ ഓരോരുത്തരും. അല്ലാതെ നമുക്ക് ആർക്കും ഈശോയിലേക്ക് വരുവാനോ അവനെ സ്നേഹിക്കുവാനോ സാധിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും ഈശോനെ രുചിച്ചു നോക്കിക്കൊണ്ട് ഇരിക്കുന്നവരാണ്. ഒരുപക്ഷെ മറ്റു ചിലര് അത് കർത്താവ് നൽകുന്ന ആ വലിയ കൃപ മനസ്സിലാക്കാതെ, അവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാതെ ഉണ്ടാവും, ഉണ്ട് താനും. പക്ഷെ നമ്മള് കർത്താവിനെ അറിഞ്ഞവര് ഓരോ ദിവസവും നമ്മളെ ദൈവത്തിന് നന്ദി പറയും. കർത്താവെ, ഇന്ന് നീ എന്നെ പരിപാലിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളുകൾക്ക് മുൻപ്, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈശോ പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിച്ചത് എങ്ങനെയാണെന്ന് ഒരു ചെറിയൊരു ടെസ്റ്റിമണിയോട് ഞാൻ പറയുകയാണ്. ഞാൻ എന്നും രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ വെളുപ്പിനെയൊക്കെ ആകുമ്പോഴത്തേക്ക് എന്നും ആരോ എൻ്റെ അടുത്ത് വിശുദ്ധ കുർബാന ചെല്ലുന്ന സ്വരം എനിക്ക് കേൾക്കാം. ഒരു വൈദികന് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ചെല്ലുകയാണ്. ഞാൻ അത് കേട്ട് ഉണരും, അത് കേട്ട് കിടക്കും. പക്ഷെ വീക്കെൻഡ് ഒക്കെ ആകുമ്പോൾ ഞാൻ എന്നെ ചെയ്യുന്ന വെച്ചാൽ തണുപ്പൊക്കെ ആയതുകൊണ്ട് വീണ്ടും കിടക്കും. ശരിക്കും പറഞ്ഞാൽ പള്ളിയിൽ പോകാറില്ലായിരുന്നു. പള്ളി പോകും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ, സൺഡേ മുടക്കത്തില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇത് ഞാൻ ഒരു ചേച്ചിയോട് ഷെയർ ചെയ്തപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, ലിസി, വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ ഈശോ ആഹ്വാനം ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ പിന്നത്തെ ദിവസം മുതൽ എന്നൊക്കെ എനിക്ക് അവസരം കിട്ടുന്നതോ അപ്പോഴെല്ലാം വിശുദ്ധ കുർബാനയിൽ പോകും. അങ്ങനെ വിശുദ്ധ കുർബാനയിൽ മുടക്കം കൂടാതെ പോയി തുടങ്ങിയപ്പോഴത്തേക്കും ഈ വിശുദ്ധ കുർബാന രാത്രി ചെല്ലുന്നത് ഞാൻ കേൾക്കുന്നില്ല. പിന്നെ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണമെന്നും എന്ത് പറയണമെന്നും എന്ത് പ്രവർത്തിക്കണമെന്നും കർത്താവായ യേശു ക്രിസ്തു, പരിശുദ്ധാത്മാവ്, ത്രിത്വൈക ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ കുർബാനയുടെ മഹത്വം എന്ന് പറയുമ്പോൾ ഈശോ, പിതാവായ ദൈവത്തിന്റെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും പിതാവായ ദൈവം തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ആ നിത്യജീവനാകുന്ന ഈശോയെ നമുക്ക് ഭക്ഷണവും പാനീയവുമായി കർത്താവ് തന്നത്. അവനെ സ്വീകരിക്കാൻ നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം എപ്പോഴും ധൃതി വെച്ചൊക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷെ നമ്മുടെ പഴയ കാരണവന്മാരൊക്കെ, നമ്മൾ ഓർക്കുന്നുണ്ട്, അമ്മച്ചിമാരൊക്കെ ഒരാഴ്ച മുമ്പേ തുണികളെല്ലാം ശനിയാഴ്ചക്ക് മുമ്പേ തുണികളെല്ലാം അലക്കി, തേക്കാൻ തേപ്പൂട്ടിയൊന്നും ഒരുപക്ഷെ കണ്ടെന്ന് വരില്ല, പക്ഷെ അതെല്ലാം മടക്കി വൃത്തി മെനയാക്കി വെക്കും. എന്നിട്ട് പ്രാർത്ഥനയെല്ലാം ഒരുങ്ങി ഒരാഴ്ച കൊണ്ടേ, ഈ ഒരാഴ്ച കഴിയുമ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് വേണ്ടി അവർ ഒരുങ്ങുകയാണ് ഈശോനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ
പലരുടെയും ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈശോ ജീവിക്കുന്ന ദൈവമായിട്ട് ഇറങ്ങി വരുന്നതല്ല. പക്ഷെ ഒരു ദിവസം ഞാൻ ഈശോയോട് പറഞ്ഞു, കർത്താവേ, അവിടുന്ന് എന്നോടൊന്ന് സംസാരിക്കണം. ഇന്ന് ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ച് എന്നെ ഈ വായിൽ നിന്ന് ഇറക്കണമെങ്കിൽ ഈശോ നീ ഒന്നൊരു അത്ഭുതം നീ പ്രവർത്തിക്കണം. എനിക്ക് നിന്നെ കാണണം, അത്ര മാത്രം മതി ഈശോ. എൻ്റെ അവിശ്വാസത്തെ നീ ഒന്ന് മാറ്റി തരണമേ. ഞാനിങ്ങനെ 2-3 ദിവസം കൊണ്ട് പ്രാർത്ഥിച്ചു പോയി. ദൈവം വിശുദ്ധ കുർബാന സ്വീകരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വന്നിരുന്നു. ഞാൻ വിശുദ്ധ കുർബാന ഈശോനെ ഇറക്കുന്നില്ല. കാരണം എനിക്ക് എൻ്റെ ഈശോനെ കാണണം. ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പിന്നെ അവസാനം പുരോഹിതൻ അവസാന ആശീർവാദം നൽകിയാണ്. അപ്പൊ എൻ്റെ ഹൃദയം ഒന്ന് പെടച്ചു. ഈശോയെ എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഒന്ന് വിളിച്ചു. ആ നിമിഷം ഈശോ എനിക്കൊരു വിഷം തരുവാണ്. ഒരു മാലാഹ വന്നേച്ചും വലത് സൈഡിൽ ഇങ്ങനെ കൈകൂപ്പി ചിറകൊക്കെ ഒതുക്കി ഇങ്ങനെ വന്നിങ്ങനെ കുമ്പിട്ട് നിൽക്കുകയാണ്. ആ ഒരു ഒറ്റ നിമിഷം ഞാൻ അത് കണ്ണു തുറന്നു. എൻ്റെ ഈശോയെ എന്ന് ഞാനൊന്ന് വിളിച്ചു. കാരണം ഈശോ എൻ്റെ വായില് ഞാൻ സോളോ ചെയ്യാതിരിക്കുകയാണ്. ജീവിക്കുന്ന ദൈവം എന്നിലുണ്ട് എന്ന് മാലാഹ മുട്ടുകുത്തി ആരാധിക്കുകയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് സോളോ ചെയ്തു. അങ്ങനെ ഒരു വലിയ ദൈവാനുഭവം ഈശോ എനിക്ക് തന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ എത്ര പ്രാർത്ഥനയിലായിരുന്നാലും, എത്ര വിശ്വാസമുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും, നമ്മുടെ വിശ്വാസം ചിലപ്പോൾ തകർന്നില്ല, കുറഞ്ഞു പോകാം, നമ്മൾ വീണു പോകാം. പക്ഷെ വചനം പറയുന്നു, വീണാലും നീ എണീക്കണം. അതേ വീണു പോയ അതേ അവസ്ഥയിൽ പൂർവാധിക ശക്തിയോടെ നമ്മൾ എണീക്കുമ്പോഴാണ് യേശുവിലേക്ക് നമ്മൾ വീണ്ടും ആശ്രയിക്കുന്നത്. ചിറകടിച്ച് ഉയരാൻ നമുക്ക് സാധിക്കും. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഭരിക്കുമ്പോൾ, നമ്മുടെ ഹൃദയം യേശുവിന്റെ കൂടെ ആയിരിക്കുമ്പോൾ അവിടുന്ന് നമ്മളോട് സംസാരിക്കും, നമ്മളോട് പ്രവർത്തിക്കും, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾക്ക് പറഞ്ഞു തരും. നിസ്സാര സംഭവം പോലും ഞാൻ പറയട്ടെ, നമ്മൾ ഇടേണ്ട വസ്ത്രം ഏതാണെന്ന് പോലും പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരും. ജോബിന്റെ പുസ്തകം 19-ാം അധ്യായം 26-ാം തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. ഹല്ലേലൂയ, യേശുവേ നന്ദി. ജോബിനുണ്ടായ ഈ സഹനത്തിലൂടെ ജോബ് ദൈവത്തെ ദുഷിച്ചു പറയാതെ അവിടുന്ന് ആ ദുഃഖത്തിലും ഇരുന്നുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ജോബിനെയാണ് നമ്മൾ കാണുന്നത്. ചർമ്മം അഴുകിയില്ല. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ മുറിവുണ്ടായാൽ മതി, എന്തുമാത്രം വേദനയായിരിക്കുമെന്ന്. അപ്പൊ ചർമ്മം അഴുകി ഇല്ലാതായി പൂഴി മണലില് അതുകൊണ്ട് തൂത്തുകൊണ്ടിരുന്ന ജോബ് ദൈവത്തോട് പറയാണ്, കർത്താവേ, എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ എൻ്റെ ദൈവത്തെ കാണും. ഈ ഒരു മനോഭാവം അല്ലേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാകേണ്ടത്. നമ്മുടെ സഹനങ്ങളിൽ കർത്താവ് എന്തുമാത്രം നമ്മളെ സ്നേഹിക്കുകയാണ്. ഇന്നിപ്പം ഞാൻ പല ദിവസങ്ങളിൽ നമ്മൾ ഓർക്കാറുണ്ട്, കർത്താവെ, ഇത്രയേറെ നീ സഹിച്ചത് ആർക്കു വേണ്ടിയായിരുന്നു? ഒരു മനുഷ്യനെ കർത്താവ് രക്ഷിക്കുന്നതിന് ഇത്രമാത്രം അവിടുന്ന് സഹിക്കണമായിരുന്നോ? അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നോ? അല്ലെങ്കിൽ ഈ ഒരു മനുഷ്യനെ രക്ഷിച്ചതുകൊണ്ട് ദൈവത്തിന് എന്താണ് പ്രയോജനം? വചനം പറയുന്നുണ്ടല്ലോ, 100 ആടുകളിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയ 99 ഉപേക്ഷിച്ചിട്ട് ആ നഷ്ടപ്പെട്ടു പോയ, കാണാതെ പോയ ആടിനെ തേടി ഇറങ്ങുന്ന നല്ലവനായ ഒരു ഇടയനെ ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. നമ്മുടെ സഹനങ്ങളിൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ ആ സഹനത്തിന് ശേഷം വരുന്നത് വലിയൊരു അനുഗ്രഹമായിരിക്കും. അവിടുന്ന് നമുക്ക് നൽകുന്നത് എന്താണെന്ന് പോലും നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വലിയ ബ്ലെസ്സിങ്ങിലേക്ക് ഈശോ നമ്മളെ കടത്തിക്കൊണ്ടു പോകും. വലിയൊരു സമ്മാനം ദൈവം നമുക്ക് തരും. അത്ര എളുപ്പമല്ല. സഹനത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥ നമുക്കറിയാം. നമ്മുടെ ചങ്കിലൊരു തീയായിരിക്കും, എപ്പോഴും സങ്കട കണ്ണുനീരായിരിക്കും. പക്ഷെ ആ സങ്കട കണ്ണുനീര് വേറെ ആരോടും നമുക്ക് പങ്കുവയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ കർത്താവിന്റെ മുമ്പിൽ നമ്മുടെ വചനവുമായിട്ട് ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം മാംസമായ നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിലേക്ക് വന്ന ജീവിക്കുന്ന യേശുവിന്റെ വചനവുമായിട്ട് കർത്താവിന്റെ മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ അവിടുന്ന് നമ്മളോട് സംസാരിക്കും. നമ്മുടെ കണ്ണുനീരെല്ലാം അവിടെ ഒഴുക്കുമ്പോൾ ഈ സഹനത്തിന് 10 മാറ്റം അവിടുന്ന് കൂട്ടും. നമ്മൾ കർത്താവിന്റെ മുമ്പിൽ ഈ സഹനത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കുമ്പോൾ അവിടുന്ന് എന്തുമാത്രം സന്തോഷവാനായിരിക്കും. ഈ ഒരു സഹനം കഴിയുമ്പോൾ അടുത്ത് ഒന്നുകൂടി നമുക്ക് തരും.
അവിടുന്ന് നമ്മളെ ഇടപെടാതെ നമ്മളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരുന്ന ഒരു നിമിഷത്തെ ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. ഞാൻ ജോലിയിൽ എനിക്ക് ഒത്തിരി സ്നേഹിക്കുന്ന ആൾക്കാരായിരുന്നു കൂടെ ഉള്ളവരും, പ്രത്യേകിച്ച് എന്റെ മേലധികാരികളൊക്കെ ഒത്തിരി തന്നെ സ്നേഹിക്കുമായിരുന്നു. അപ്പൊ ഒരു ദിവസം എന്നെ ഞങ്ങളുടെ കോറിഡോറിൽ വെച്ച് ഒരു സിസ്റ്റർ വന്നേച്ച് പറയാണ്, നീ എന്തിനാ പേഷ്യന്റിനെ റിക്കവറിയിലേക്ക് കൊണ്ടുപോകുന്നതെന്ന്. തലേ ദിവസം വരെ അങ്ങനെയാണ് കൊണ്ടുവന്നിരുന്നത്. അവരാരും വന്നില്ലെങ്കിൽ നമ്മളെ പേഷ്യന്റിനെ റിക്കവറിയിലേക്ക് കൊടുക്കുകയായിരുന്നു. അപ്പം ഞാൻ ബെല്ലടിച്ച് വെയിറ്റ് ചെയ്തിട്ട് വന്നില്ല. അപ്പൊ ഞാൻ പേഷ്യന്റ് എടുത്തോണ്ട് പോകാൻ തോന്നിയപ്പോഴത്തേക്ക് സിസ്റ്റർ വന്നേച്ചും എന്നോട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ ഷൗട്ട് ചെയ്തു. ഞാനൊന്നും മിണ്ടിയില്ല. ഉള്ളില് നമുക്കറിയാലോ, നമ്മള് ആരെങ്കിലും എന്തെങ്കിലും നമ്മുടെ ഉള്ളില് ഭയങ്കര സങ്കടമായിരിക്കും. പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല, ഒരക്ഷരം പോലും മിണ്ടിയില്ല. അപ്പൊ ഞങ്ങളുടെ മുറിയിൽ നിന്ന് ഉണ്ടായിരുന്ന ഡോക്ടർ അത് കണ്ടിരുന്നു. ഡോക്ടർ എന്നാ ചെയ്തതെന്ന് വെച്ചാല് എന്നോട് ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെ പുറത്ത് തട്ടിയിട്ട് മേളിലേക്ക് പോയിട്ട് സിസ്റ്ററിനെയും മാനേജറിനെ എല്ലാവരെയും വിളിച്ച് നമുക്ക് വേണ്ടിയിട്ട് അവിടുന്ന് സംസാരിച്ചു. ഞാനൊരു അക്ഷരവും മിണ്ടിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മാസത്തിന് ശേഷം ഞാൻ എന്നും ഈശോയുടെ മുമ്പിൽ ഇവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും, കരഞ്ഞു പ്രാർത്ഥിക്കും. അപ്പോൾ ഒരു മാസത്തിന് ശേഷം സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാല്, എന്നെ ഷൗട്ട് ചെയ്ത അതേ കോറിഡോറിൽ വെച്ച് ഈ സിസ്റ്ററിനെ അവിടുന്ന് ടെർമിനേറ്റ് ചെയ്യുകയാണ്. അവര് പറയുകയാണ് ഞാൻ ഇവിടുന്ന് പോവുകയാണ്. എന്നെ വിട്ടെന്ന് അവർക്ക് പറയാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങൾ എല്ലാവരും അറിഞ്ഞു പുള്ളിക്കാരത്തിനെ, സിസ്റ്ററിനെ ടെർമിനേറ്റ് ചെയ്തെന്ന്. പക്ഷെ ഞാൻ അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അവരോട് എന്ന് പറഞ്ഞു, നീ പോകണ്ടായിരുന്നു. എൻ്റെ ഉള്ളിൽ സങ്കടം അന്നൊക്കെ ഉണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ സങ്കടമായി. അപ്പൊ എന്നോട് പറയാ, ലിസി എനിക്കറിയാം നീ നല്ലവളാന്ന് എനിക്കറിയാം, നീ ഇതേ പറയൂന്ന് എനിക്കറിയാം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് അത്ര എളുപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്. നമ്മൾ അനുഭവിക്കുന്ന ഓരോ വേദനകളും കർത്താവായ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ ഏറ്റവും സഹനത്തോടെ നമ്മള് എളിമയോടെ നിൽക്കുമ്പോൾ ഈശോ അതെല്ലാം നമ്മുടെ മുൻപിൽ ഒരു ബ്ലെസ്സിങ് ആക്കി മാറ്റും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമോ, ഏറ്റവും കൂടുതൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ ദൈവം തന്നിരിക്കുന്ന ഒരു ഏറ്റവും എളുപ്പ വഴിയാണ് ഈശോയോട് കരഞ്ഞു പ്രാർത്ഥിക്കുക എന്നുള്ളത്. എപ്പോഴും എന്തിനും ഏറ്റവും ഹൃദയവ്യതയോടെ കർത്താവിന്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ആ കണ്ണുനീരിന് മുമ്പിൽ അലിയുന്ന ഒരു യേശുക്രിസ്തുവാണ് നമുക്കുള്ളത്, ഒരു പിതാവായ ദൈവമാണ് നമുക്കുള്ളത്. സ്വർഗത്തിൽ പോകാൻ ഏറ്റവും വലിയൊരു എളുപ്പ വഴിയായിട്ടാണ് യേശു പരിശുദ്ധാത്മാവ് എനിക്ക് പറഞ്ഞു തന്നത്. സങ്കീർത്തനം 54:2 പറയുന്നു, ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ അധരങ്ങളിൽ നിന്നും ഉതിരുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമേ. നമ്മള് അവരുടെ മുമ്പില് ഞാനെല്ലാം എന്റെ ജീവിതത്തെ കോട്ട് ചെയ്താ പറയുന്നത്. എനിക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് പറയാതെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഈശോ തന്നിട്ടുണ്ട്. ഞാനൊരു ഇന്റർവ്യൂവിൽ പോയപ്പോഴും അവിടുന്ന് ഞാൻ ഇതുപോലെ പഠിച്ചിട്ട് പോയി. പക്ഷെ അവിടെ ചെന്നപ്പം ഞാൻ പഠിച്ചതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. കർത്താവിന്റെ മുമ്പില് അപ്പം അവിടെ ഇരുന്ന 4 ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ മുമ്പിൽ, ആ പാനലിന്റെ മുമ്പിൽ ഒരു പേടിയോ ഭയവും ഇല്ലാതെ എല്ലാത്തിനും നന്നായിട്ട് ആൻസർ പറയാൻ പറ്റി. അതുപോലെ തന്നെ കർത്താവിനെ ആ സമയത്ത് കൊടുക്കാൻ സാധിച്ചു. അതാണ് ഞാൻ പറയാൻ വന്നത്. അല്ലാതെ ഇന്റർവ്യൂവിൽ നന്നായിട്ട് പെർഫോം ചെയ്തത് എന്നുള്ളതല്ല ഞാൻ പറയാൻ വന്നത്. കർത്താവിനെ ആ മുസ്ലിംസിന്റെ മുമ്പിൽ, ഈശോനെ അവരുടെ മുമ്പിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ യേശുവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. അവനെതിരായിട്ട് ഞാൻ ഒരിക്കലും ഒന്നും പ്രവർത്തിക്കുകയില്ല, ഇതെന്റെ ഒരു പ്രോമിസ് ആണെന്ന് പറയാൻ എന്റെ കർത്താവ് എന്നെ അനുവദിച്ചു. പരിശുദ്ധ അമ്മയോട് കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അമ്മ ഓരോ നിമിഷവും നമ്മളെ കൈപിടിച്ച് നടത്തും. ജോയലിന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്, അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ഇതെല്ലാം സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോഴും ഈ ലോകത്തില് സുവിശേഷവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മ്ലേച്ഛതകൾ നടക്കുന്നുണ്ടെങ്കിലും അതിലുപരിയായിട്ട് യേശുവിനെ അറിയാനും യേശുവിനെ സ്നേഹിക്കുവാനുമായിട്ട് ബൈബിള് പഠിക്കുവാനായിട്ടും ഒക്കെ ഒരുപാട് ആൾക്കാർ കടന്നു വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ ഈ വചനങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്.
വെളിപാടിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഈ നടക്കുവാനിരിക്കുന്ന ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും നടക്കുമെന്ന് കർത്താവ് ഇതെല്ലാം, പിതാവായ ദൈവം ഇതെല്ലാം മുൻകൂട്ടി വചനത്തില് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും നമ്മൾ ക്രിസ്ത്യാനികൾ ഒരുപാട് പേര് ഇനിയും സഹിക്കേണ്ടിയിരിക്കുന്നു. ഈ സഹനത്തിനെല്ലാം ശേഷം ലോകമാസാനം ഉണ്ടാവുള്ളൂ. ഈ ലോകത്തിലെ ഓരോ മുക്കിലും മൂലയിലും സുവിശേഷം എത്താതെ ലോകാവസാനം ഉണ്ടാവുകയില്ല. കാരണം കർത്താവ് അതിനു മാത്രം കരുണയുള്ളവനാണ്. കരുണയുടെ കയർ പിടിച്ച് നമുക്ക് നടക്കാം. യേശു ക്രിസ്തു ആകുന്ന ആ കയറിൽ നമ്മളെ മുറുകെ പിടിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ആ കയറിൽ നിന്നൊക്കെ അടക്കി വിട്ടുപോകും. നമ്മൾ കുതിറിപ്പോകും. കൊച്ചു പിള്ളേരൊക്കെ നമ്മുടെ കയ്യെ പിടിക്കുമ്പോൾ അവരതിൽ നിന്ന് കുതിറിപ്പോകുന്ന പോലെ ഒരുപക്ഷെ നമ്മൾ നഷ്ടപ്പെട്ടു പോകാം, നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാം. പക്ഷെ ആ മുറുക്കം ഒന്ന് അയഞ്ഞു പോകുകയാണെന്ന് നമ്മൾ കാണുമ്പോൾ അതിനെ മുറുക്ക പിടിക്കാനുള്ള ഒരു കൃപ പരിശുദ്ധ അമ്മയോട് കൂടി ചേർന്ന് നിൽക്കുമ്പോൾ അമ്മ നമുക്ക് തരും. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ വന്ന സമയത്ത് എന്നെ കോഴ്സിന് വിടും. ഇപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെയാ എഴുതണ്ടേന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ഇനിമേ കോഴ്സിന് പോയി. അപ്പൊ ഒരു സാറ്റർഡേ ക്ലാസ് കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു തിങ്കളാഴ്ച വരുമ്പോൾ അതിനെപ്പറ്റി ഒരു വലിയ എസ്സേ എഴുതിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞു. അപ്പം സത്യം പറഞ്ഞ എനിക്ക് എങ്ങനെ എഴുതണം എന്ന് അറിയത്തില്ല. നമ്മള് സാധാരണ നാട്ടിൽ എഴുതുന്ന പോലെ ഒന്നും അല്ല, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒത്തിരി റഫർ ചെയ്തും കാര്യങ്ങളൊക്കെ എഴുതണം. അപ്പൊ ഞാൻ സൺഡേ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞു. ഈശോയെ, എനിക്കൊന്നും അറിയില്ല, നാളെ എഴുതിക്കൊണ്ട് പോണ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ അങ്ങനെ കരഞ്ഞു. തിങ്കളാഴ്ച ഞാൻ ക്ലാസ്സിന് ചെന്നപ്പോഴത്തേക്ക് എൻ്റെ വാർഡിലുള്ള ഇവിടെ ജനിച്ചു വളർന്ന ഒരു ബംഗ്ലാദേശി കൊച്ചുണ്ട്, ഒരു മുസ്ലിം കൊച്ചു. അവളെന്നോട് ചോദിച്ചു, നീ എഴുതിയോ? ഞാൻ പറഞ്ഞു ഞാൻ എഴുതിയില്ല, എഴുതി കൊടുക്കണം. അപ്പൊ നമുക്ക് 2-3 ദിവസം കൂടെ അവർ തരും. അപ്പം ആ കൊച്ചെന്നോട് പറയുക, ലിസി നീ എന്തിനാ പറയണേ, ഞാൻ നിനക്ക് എഴുതി തരാമെന്ന്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അവര് ചിലപ്പോ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഒരു പക്ഷെ അവർ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എന്നോട് ഇങ്ങോട്ട് പറയുക ഞാൻ നിനക്ക് എഴുതി തരാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു, വിശുദ്ധ കുർബാനയുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന എന്തുമാത്രം നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം അത് സാധിച്ചു തരുമെന്നുള്ളത്. അതിനുശേഷം ആ കോഴ്സ് കഴിഞ്ഞു. അപ്പൊ ഈ പുള്ളിക്കാരത്തിയാണ് എനിക്കത് മുഴുവൻ എഴുതി തന്നത്. ദൈവത്തിന്റെ കൃപയാല് അപ്പൊ ഞാൻ എന്നെ വിചാരിച്ച് ഞാൻ ഈശോ സഹായിക്കുന്നല്ല ആ സമയത്ത് വിചാരിച്ചത്. ഞാൻ ഓർത്തു ഇവർക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാവല്ലോ, അപ്പൊ ഇവർക്കറിയാം, ഇവിടെ എനിക്ക് എഴുതി തരും, അതുകൊണ്ടായിരിക്കും ഞാൻ പാസ് ആയതെന്ന്. ഞാൻ നല്ല മാർക്കോട് കൂടി പാസ്സായി. പക്ഷെ അതങ്ങനെ കഴിഞ്ഞു. എന്നിട്ട് എനിക്ക് എഴുതി തന്ന ആള് അടുത്ത പ്രാവശ്യത്തെ സെയിം കോഴ്സിന് പോവുക. അപ്പൊ ഈ കോഴ്സിന് പോയി അവളുടെ റിസൾട്ട് വന്നപ്പം അവള് ഫെയിലായി. അപ്പൊ എന്നോട് കരഞ്ഞോണ്ട് വന്ന് പറയാം, ലിസി ഞാൻ നിനക്ക് എഴുതി തന്ന് നീ ജയിച്ചു, ഞാൻ എന്തുകൊണ്ട് തോറ്റു? അപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഈശോ തന്നു, ഈ അടി എനിക്കിട്ടായിരുന്നു. കാരണം ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന ആ കൊച്ചിന്റെ അവൾ എഴുതി തന്നത് കൊണ്ടാണ് ഞാൻ ജയിച്ചതെന്നുള്ള വിശ്വാസത്തിലിരുന്നു. പക്ഷെ അവളുടെ ടെസ്റ്റ് എഴുതി പോയി സെയിം കോഴ്സ് ചെയ്തപ്പോൾ അവള് തോറ്റുപോയി. അതെന്റെ വിശ്വാസത്തെ, ഞാൻ ആ മുസ്ലിം കൊച്ചിനോട് പറഞ്ഞു, എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്, വേറെ ഒന്നിനുമല്ല. എന്റെ കണ്ണ് തുറപ്പിച്ചു. ഇപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, ഇനിത്തെ പ്രാവശ്യത്തിൽ നീ ജയിക്കും, ഇതെന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞു സോറി പറഞ്ഞു. അതുപോലെ തന്നെ അവൾ അടുത്ത പ്രാവശ്യം പരീക്ഷ എഴുതി അത് പാസ്സായി. അപ്പൊ ഇങ്ങനെ കഴിഞ്ഞതോടുകൂടി ഈ പുള്ളിക്കാരത്തിക്ക് ഭയങ്കര വിശ്വാസമായി. അപ്പൊ ഇവിടെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോഴെല്ലാം അവള് വന്ന് പറയും, ലിസി എന്റെ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, പക്ഷെ നീ അവിടെ വന്ന് പ്രാർത്ഥിക്കരുത്, ഹോസ്പിറ്റലിലാണ്, ഒരുപാട് മുസ്ലിംസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്നത് അവരാരും കാണരുത്, നീ വീട്ടിൽ ഇരുന്നേ പ്രാർത്ഥിക്കാവുള്ളൂ എന്ന്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈശോ തരും. കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവൻ നമുക്ക് തരാൻ പോകുന്ന മഹത്തരമായ കാര്യങ്ങൾ ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത, അവന്റെ ബുദ്ധിയിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം ഒന്ന്
ആരാധിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഈ കൂട്ടായ്മ ഞങ്ങളൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ നന്ദി. വചനത്തിന്റെ ശക്തി അയക്കണമേ കർത്താവേ. അടിയന്റെ കുറവുകളെ നോക്കരുതേ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ നന്ദി. സ്തുതി, മഹത്വം, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, യേശുവേ നന്ദി. ഈശോയെ, ഈശോയെ നന്ദി. ഈശോയെ നന്ദി. ഈശോയെ നന്ദി. തേനിലും മധുരമാ, തേനിലും മധുരമാ, യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ. നന്ദി പറയുന്നു. ജീവിക്കുന്ന ദൈവത്തെ രുചിച്ചു നോക്കിയാൽ അത് എത്രമാത്രം മാധുര്യമുള്ളതാണെന്ന് ഈശോ നമ്മുടെ ഓരോ ജീവിതത്തിലൂടെ നമ്മളെ കൈപിടിച്ച് നടത്തിക്കൊണ്ട് അവൻ പറയും. അത് നമ്മൾ പറയും. ഇന്ന് ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ഈ ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ മുഖാന്തരം മറ്റുള്ളവരിലേക്ക് വചനം പറയുവാനും അവരെ കൈപിടിച്ച് നടത്തുവാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു പഴയ ഒരു നമ്മളൊക്കെ സ്കൂളുകളിൽ, പഴയ കാലത്തെ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട് പഞ്ചപാണ്ഡവന്മാരുടെ കഥ. അതിനകത്ത് അർജുനൻ വില്ലുകൊല, അവരെല്ലാം 5 മക്കളായിരുന്നല്ലോ. അപ്പം അതിലൊരാള് വില്ല് കൊലയ്ക്കുന്നുണ്ട്. അപ്പൊ ഈ 5 പേരോടും അവരുടെ ഗുരു പറയും, നീ മരത്തിൽ ഒരു പക്ഷിയെ വെച്ചിട്ട് പറയും, നീ അമ്പെയ്യാൻ പറയും. അപ്പം ഗുരു ചോദിക്കും, നീ എന്ത് കാണുന്നു? അപ്പൊ ഓരോരുത്തരും പറയും, ഞാൻ തല കാണുന്നു, അല്ലെങ്കിൽ കൊമ്പ് കാണുന്നു, ചിറക് കാണുന്നു, ഇങ്ങനെ എല്ലാം പറയും. പക്ഷെ അർജുനൻ അമ്പ് തൊടുക്കുന്നതിന് മുൻപ് ചോദിച്ചു, നീ എന്ത് കാണുന്നു? അപ്പം ആദ്യം പറഞ്ഞവരോടൊക്കെ പറഞ്ഞു, നീ അമ്പെയ്യണ്ടെന്ന് പറഞ്ഞ് അവരെ മാറ്റി വിട്ടു. അപ്പൊ അർജുനൻ പറഞ്ഞു, ഞാൻ ആ പക്ഷിയുടെ കണ്ണ് കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, നീ അമ്പെയ്യാൻ പറഞ്ഞു. അങ്ങനെ അമ്പെയ്ത് ആ പക്ഷിയെ താഴെ ഇട്ടു. ഇത് ഈശോ വാളമനാൽ അച്ഛൻ്റെ ഒരു ധ്യാനത്തിന് പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയെ വന്ന ഇടയ്ക്ക് ഇവിടെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. നമുക്ക് എവിടെ നിൽക്കണം, എങ്ങനെ പോകണം, ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഈശോയോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ആകെ കൺഫ്യൂസ്ഡാ, നീ എനിക്കൊരു ഉത്തരം തരണമെന്ന്, നീ അവിടുന്ന് സംസാരിക്കണമേ. അപ്പോൾ ഈശോ ഈ ഒരു കഥ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങ് കൊണ്ടുവന്നു. എന്നിട്ട് ഈശോ എന്നോട് പറയാണ്, മകളെ, നീ കാണേണ്ടത് ആ ഗ്രൂപ്പിലെ ആൾക്കാരെയോ, ഈ ഗ്രൂപ്പിലെ ആൾക്കാരെയോ, ആ വൈദികനെയോ, ഈ വൈദികനോ അല്ല, നിന്റെ ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കണ്ണുകളിലേക്കാണ് നീ നോക്കേണ്ടതെന്ന് അവിടുന്ന് തന്ന വലിയൊരു ബോധ്യമായിരുന്നു. ശരിയല്ലേ? നമ്മൾ ആ ഗ്രൂപ്പിൽ പോയ അവരുണ്ട്, അവിടെ എപ്പോഴും വഴക്കാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മൾ ഒരു ഗ്രൂപ്പിലും ചേരാതെ സഭയോട് ചേർന്ന് കർത്താവിന്റെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി നിൽക്കുമ്പോൾ അന്നേരമാണ് നമ്മൾ യഥാർത്ഥമായിട്ട് യേശുവിനെ തേടുന്നവര്. ഇതുപോലെ തന്നെയാണ് ഈശോ വേറൊരു കാര്യം കൂടെ അന്ന് തന്നെ പറഞ്ഞു തന്നു. അപ്പം കർത്താവ് എന്തുകൊണ്ടാണ് ഈ ദുഷ്ടന്മാരെ, അപ്പം അവൻ പറയുന്നുണ്ട്, അവൻ നല്ലൊരു രാജാവാണ്. ഈശോനോട് പറയാൻ, ദൈവം നല്ലൊരു രാജാവാണ്. ഈ രാജാവ് ഒരിക്കലും തൻ്റെ ആൾക്കാരെ ശിക്ഷിക്കും, പക്ഷേ അവൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷമേ ഉള്ളൂ. ഈ ദൈവമാകുന്ന രാജാവ് അവൻ ഓടിപ്പോയി ശിക്ഷിക്കത്തില്ല. അവൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ഇവൻ അല്ലെങ്കിൽ അവള്, മകനോ മകളോ തിരിച്ചു വന്ന് ആത്മാവിനെ രക്ഷപ്പെടുത്തിയതിന് ശേഷം മാത്രമാണ് കർത്താവ് അവനെ വിളിക്കുന്നത്. അല്ലെങ്കിൽ ആ മകനോ മകളോ തിരിച്ചു വരാൻ തക്കവണ്ണം എന്തെങ്കിലും ഒരു കാര്യം യേശു അവന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അവൻ തിരിച്ചു വരുന്നത് വരെ സൃഷ്ടാവിനെ നോക്കാതെ പോകുന്ന മക്കള് സൃഷ്ടാവിനെ നോക്കാൻ തക്കവണ്ണം അവൻ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ അവൻ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. സങ്കീർത്തനം 34:19 ഇങ്ങനെ പറയുന്നുണ്ട്, നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമായിരിക്കും. നമുക്കറിയാം, നീതിമാൻ ഒരിക്കലും തളർന്നു പോവുകയില്ല. അവൻ വീഴുമായിരിക്കും, പക്ഷെ കർത്താവിന്റെ
കർത്താവിന്റെ കരം പിടിച്ചുകൊണ്ടേ അവൻ വീഴുകയുള്ളൂ. ഈശോ ഒരല്പം കഴിയുമ്പോൾ അവൻ പിടിച്ചെഴുന്നേൽപ്പിക്കും. അവനെ ഒരിക്കലും നിലം പറ്റെ കിടക്കാൻ കർത്താവ് അനുവദിക്കുകയില്ല. നമുക്കറിയാം പൗലോസ് ശ്ലീഹ എന്തുമാത്രം ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുവോ വചനം പറയുന്നുണ്ട്. അവൻ എന്തുമാത്രം എനിക്ക് വേണ്ടി സഹിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഈശോ പറയുന്നുണ്ട് വചനത്തിൽ. അപ്പോൾ അവൻ എന്തുമാത്രം സഹിച്ച് എന്തുമാത്രം പാടുപീഡകൾ ഏറ്റാണ് പൗലോസ് ശ്ലീഹ മരിച്ചത്. അവസാനം പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, ഞാൻ നല്ല ഓട്ടം ഓടി. ഇതുപോലെയൊക്കെ ഒരു നല്ല ഓട്ടം ഓടി നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ കൊടുത്തുകൊണ്ട് നമ്മളോ നമ്മുടെ ജീവിത പങ്കാളിയോ നമ്മുടെ മക്കളോ മാത്രമായിരിക്കരുത് നമ്മൾ കൂട്ടിക്കൊണ്ട് പോകേണ്ടത്. അവർക്ക് വേണ്ടി മാത്രമായിരിക്കരുത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മള് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ അയൽവക്കത്തുള്ളവരെയും ഒക്കെ നമ്മൾ കൂട്ടിക്കൊണ്ട് പോകണം. കാരണം അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ ഇപ്പൊ എന്റെ പെട്ടെന്ന് ഈശോ ഒരു കാര്യമാണ്. ഞങ്ങളുടെ ഒരു മുറിയിൽ ഇരുന്ന് ഞാൻ എന്നും രാവിലെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ അയൽവക്കത്തുള്ള ഒരു ഇംഗ്ലീഷുകാരിയാണ്, പേര് ജീന. അപ്പം ജീന ഒരു ദിവസം എന്നിട്ട് കണ്ടപ്പോ പറഞ്ഞു, ലിസി ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു, ഞാൻ എൻ്റെ ഇത് 2ാം ജന്മമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്നാ പറ്റി? അപ്പൊ പറഞ്ഞു ഹോസ്പിറ്റലിൽ ചെറിയൊരു യൂട്രസിന് എന്തോ ഒരു ചെറിയൊരു ഓപ്പറേഷന് പോയതാ. അവിടെ ചെന്ന് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തു ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ പുള്ളിക്കാരത്തി പെട്ടെന്ന് കൊളാപ്സ് ആയിട്ട് ഇവര് ഇവിടെ ഇങ്ങനെയാണല്ലോ അലാമൊക്കെ വന്ന് എല്ലാരും കൂടി വന്ന് പുള്ളിക്കാരത്തിനെ ഇൻറ്റുബേറ്റ് ചെയ്ത് ആനി കൊണ്ടുപോയി കാർഡിയാക് മസാജ് ഒക്കെ കൊടുത്ത് കംപ്ലീറ്റ് പോയി. കംപ്ലീറ്റ് പോയി. അവസാനം എന്നിട്ട് പറഞ്ഞു ഞാൻ കംപ്ലീറ്റ് പോയി, പക്ഷെ എനിക്കൊരു ദൈവ അനുഭവം ഉണ്ടായി. ഈ പുള്ളിക്കാരത്തി മരിച്ച് ഈശോയുടെ അടുത്തേക്ക് ഒരു പ്രകാശ വലയത്തൂടെ, അതായത് പലരുടെയും ടെസ്റ്റിമണിയിൽ നമുക്ക് കാണാം, യൂട്യൂബിനകത്ത് നോക്കുമ്പോൾ ഒരു തുരങ്കത്തിലൂടെ വായു വേഗത്തിൽ എൻ്റെ ആത്മാവ് പോയി. ഞാൻ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് കാണാം എൻ്റെ ശരീരത്തില് അവരെല്ലാരും CPR കൊടുക്കുന്നതും അതുപോലെ തന്നെ അവന്റെ ഹസ്ബൻഡ് നോക്കി നിൽക്കുന്നതും കരയുന്നതും എല്ലാം പുള്ളി കാണുന്നുണ്ട്. ഇങ്ങനെ വായു വേഗത്തിൽ പോകുന്ന സമയത്ത് ഒരു വലിയ പ്രകാശത്തിലേക്കാണ് പുള്ളിക്കാരത്തി പോകുന്നത്. ഇങ്ങനെ ആ പ്രകാശത്തിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവര് ഓർക്കണം, ഒരു ക്രിസ്ത്യാനി അല്ല, അവര് വിശ്വസിക്കാത്ത ഒരാളാണെന്ന് ഓർക്കണം. അപ്പം യേശുവിനെ കണ്ടു. അപ്പൊ പുള്ളിക്കാരത്തി ഇങ്ങനെയാ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, വളരെ സുന്ദരനും അജാനുബാഹുവും പ്രകാശമാണ്, മുഖം ഇങ്ങനെ കത്തി ജ്വലിക്കുവാണ്. അപ്പൊ ആ ടെസ്റ്റിമണിയൊക്കെ ഇംഗ്ലീഷിൽ പുള്ളി എഴുതി എനിക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ കണ്ടു ഈശോയുടെ അടുത്ത് നിൽക്കുമ്പോൾ പുള്ളിക്കാരത്തിന്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഈശോയുടെ അടുത്തേക്ക് എത്താറായപ്പോഴത്തേക്കും ഈശോ പറഞ്ഞു, നിനക്ക് എൻ്റെ അടുത്തേക്ക് വരാറായിട്ടില്ല, കാരണം നിന്റെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ നീ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ നിനക്ക് എൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കില്ല. എന്നിട്ട് ഈ പുള്ളിക്കാരത്തിനെ ശുദ്ധീകരണ സ്ഥലവും നരകവും സ്വർഗവും കാണിച്ചിട്ട് പുള്ളിനെ ഈശോ ജീവൻ തിരിച്ചു കൊടുക്കുവാണ്. ഇപ്പം നമ്മൾ ഇതിന് സമാനമായ പല ടെസ്റ്റിമണികളും കേട്ടിട്ടുണ്ട്. അപ്പം അത് ഓർക്കണം, 2.5 മണിക്കൂറിന് ശേഷമാണ് പുള്ളിക്കാരത്തിക്ക് ജീവൻ തിരിച്ചു കിട്ടുന്നത്. ഇപ്പൊ ഈ 2.5 മണിക്കൂറും ഇവര് പോയി CPR കൊടുത്തുകൊണ്ടേയിരുന്നു, ഒരുപാട് ശ്രമിച്ചു, ഒന്നും നടന്നില്ല. അപ്പൊ പുള്ളിക്കാരത്തിയുടെ ജീവൻ തിരിച്ചു വന്നപ്പോ പുള്ളിക്കാരത്തി സ്വർഗം കണ്ടതെല്ലാം പുള്ളിയുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ പുള്ളിക്കാരത്തി പറഞ്ഞു, എനിക്ക് നരകമൊക്കെ കണ്ട പുള്ളിക്കാരത്തി പറഞ്ഞു, ജിന പറഞ്ഞു, ഈശോയെ എനിക്ക് പേടിയാ, എനിക്ക് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു ഉറക്കെ കരഞ്ഞു. അപ്പോൾ ഈശോ പറഞ്ഞു, നിനക്ക് ഞാൻ ഒരു ചാൻസും കൂടെ തരാം. അപ്പൊ അങ്ങനെ ജീവൻ തിരിച്ചു കിട്ടി. ഇവിടെ വന്നതിന് ശേഷം പുള്ളിക്കാരത്തി അവിടെ മെഡിക്കൽ റിപ്പോർട്ട് മേടിച്ചു. അപ്പൊ മകൻ ഒരു പാരാമെഡിക്സ്, ഈ ആംബുലൻസ് ഒക്കെ വിളിക്കുമ്പോൾ അതിനകത്ത് ഇത് ചെയ്യുന്ന മോന. അപ്പൊ മോനെ ഈ റിപ്പോർട്ട് കാണിച്ചിട്ട് എന്നാ പറയണത് വിശ്വസിച്ചില്ല. മോൻ പറഞ്ഞു, അമ്മ പറയുന്നത് ഞാൻ വിശ്വസിക്കത്തില്ല, എനിക്ക് ആ റിപ്പോർട്ട് കാണണം. അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോ ഈ ഡോക്ടേഴ്സ് എല്ലാം എഴുതിയിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് മോൻ വിശ്വസിച്ചു. ഹസ്ബൻഡിന് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് പുള്ളിക്കാരത്തി എന്നാ ചെയ്തതെന്ന് ചോദിച്ചാല്, ഈ ടെസ്റ്റിമണി എല്ലാം എഴുതിയതിന് ശേഷം സ്വർഗം കണ്ടതിന്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി.
അവരുടെ വീട്ടില് സ്വർഗം കണ്ടതും ഈശോയുടെ സിംഹാസനവും എല്ലാം പുള്ളിക്കാരത്തി ഇങ്ങനെ ഉണ്ടാക്കി മിനിയേച്ചർ ഇങ്ങനെ വലുതായിട്ട് ഉണ്ടാക്കിയിട്ട് എന്നെ ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ എടുത്തുകൊണ്ട് വന്ന് കാണിച്ചു. എന്നിട്ട് പറഞ്ഞ്, ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഹോസ്പിറ്റലിൽ പാലിയേറ്റ് കെയറിലൊക്കെ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് ഹോസ്പിറ്റലിലെല്ലാം പോയി എന്നിട്ട് ഈശോനെ പറ്റി പറയും. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ വേണം. ഇപ്പൊ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ സഹായിക്കാം. അന്നേരം പറഞ്ഞ് ഇപ്പൊ ആവശ്യമില്ല, ആവശ്യം വന്നാൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ലീഫ്ലെറ്റ് എല്ലാം അടിച്ച് പോവും. അതുപോലെ തന്നെ നെക്സ്റ്റ് ആഴ്ചയെ തന്നെ പുള്ളിക്കാരത്തി പള്ളിയിൽ പോയി. പള്ളിയിൽ പോയി തന്റെ ടെസ്റ്റിമണി പറഞ്ഞു, ഇനി ബാപ്റ്റിസം സ്വീകരിക്കുമെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഇത് ഇവിടെ ഈ ടെസ്റ്റിമണി കാണിച്ചു, മോനെ ഹസ്ബൻഡിനെയും കാണിച്ചപ്പോ മോൻ എന്നോട് പറയാ, അമ്മേ ചിലപ്പം അമ്മ അവരുടെ വീടിന് ആ മുറിക്കകത്തിരുന്നല്ലേ പ്രാർത്ഥിക്കുന്നത്, അവിടുത്തെ ആ പ്രാർത്ഥനയുടെ കാറ്റടിച്ചതായിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട, ഇതൊന്നും അല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ഒരാൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്തൊരു സന്തോഷമായിരിക്കും. ജീവിക്കുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടെന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം. അപ്പം ഇതുപോലെ ഞങ്ങളുടെ വലത് സൈഡിലുള്ള ഒരു അപ്പച്ചനുണ്ടായിരുന്നു. ആ അപ്പച്ചന് ഇതുപോലെ ക്യാൻസർ ആയിരുന്നു. ഇപ്പൊ ഇതിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ ചോദിക്കുക, എന്നാ അപ്പച്ചാ പറ്റി? അപ്പൊ പറയാം, എനിക്കിങ്ങനെ ക്യാൻസർ. അപ്പൊ ഞാൻ എന്നാ ചെയ്യുന്ന ഒരു പുസ്തകമൊക്കെ കൊണ്ട് കൊടുത്തു. ഇംഗ്ലീഷിലൊരു പുസ്തകം ഉണ്ടായിരുന്നു, അത് കൊണ്ട് കൊടുത്തു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഈ ജീവിക്കുന്ന യേശു ഉണ്ട്. നമുക്ക് പറയാൻ പറ്റുന്നവരോടൊക്കെ കർത്താവിനെ പറ്റി പറയാനും, ഇതാണ് നമ്മുടെ യഥാർത്ഥമായിട്ട് സുവിശേഷം. നമുക്കെല്ലാവർക്കും കർത്താവ് പറഞ്ഞിട്ട് ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുന്നു. പക്ഷെ നമുക്ക് ഒരിക്കലും അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. പക്ഷെ നമ്മളോട് ചുറ്റുമായി ബന്ധപ്പെട്ട ആൾക്കാരോട്, അല്ലെങ്കിൽ നമ്മൾ കാണുന്നവരിലേക്ക് നമ്മൾ ഒരു മെസ്സേജ് കൊടുക്കുക, കർത്താവിനെ പറ്റി പറയുക. ഒരുപക്ഷെ അവർ കളിയാക്കും, പക്ഷെ നമ്മൾ അതൊന്നും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് പറയാൻ മേലെ, പറയാൻ പറ്റാത്തവരുടെ അടുത്ത്, അല്ലെങ്കിൽ ഒട്ടും ശ്രദ്ധിക്കാത്തവരുടെ അടുത്തേക്ക് നമുക്ക് പറയാം, ഗോഡ് ബ്ലെസ് യു. ദൈവത്തിന്റെ ഒരു വചനം, ഒരു ദൈവത്തിന്റെ നാമത്തിൽ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയല്ലേ അവരെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തില് നമ്മൾ കർത്താവിനെ കൊടുക്കുമ്പോൾ ഈശോയുടെ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ ഓരോ പടി ദൈവം നമ്മളെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. ഈശോയുടെ എന്റെ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കുവിൻ. മത്തായിയുടെ സുവിശേഷം 24:35 തിരുവചനം പറയുന്നുണ്ട്, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോവുകയല്ല. അതുപോലെ തന്നെ അടുത്തൊരു വചനമാണ്, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഈ വചനം, ഞാൻ ഈ പറയുന്ന വചനങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഈ രാവിലെകളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം പണ്ട് മുതലേ ഈശോ തന്നു. രാവിലെ ബൈബിൾ വായിക്കാനൊക്കെ ഒരു ഈശോ കൃപ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഭയങ്കര തണുപ്പും മഴയൊക്കെയാ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് ഏൽക്കുന്നില്ല. അലാറം അടിച്ചു. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ ഞാൻ ഇന്ന് ഏൽക്കുന്നില്ല, ഞാൻ മട്ടി പിടിച്ച് അവിടെ കിടക്കുക. അപ്പോൾ ഞാൻ കേട്ട ഒരു സ്വരമാണിത്. എൻ്റെ അടുത്ത് വന്നേച്ച് പറയുക, പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. അപ്പോഴത്തേക്ക് ഞാൻ ചാടിയേറ്റി, ഈശോയെ എന്നോട് ക്ഷമിക്കണമേ. ഇതുപോലെ തന്നെയാണ് അടുത്ത ആ വചനവും ഞാനിങ്ങനെ കേട്ടത്, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. ഈ രണ്ട് വചനങ്ങളും ഈശോ എന്നോട് സംസാരിച്ച വചനങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും പറയും, ഈശോയെ എനിക്കിന്ന് പറ്റിയല്ല കേട്ടോ. പക്ഷെ നമ്മളൊന്ന് എണീറ്റ് കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നമ്മുടെ ജീവിതത്തില് നമ്മുടെ ആ ഒരു ദിവസം ഉണ്ടല്ലോ, ഈ എത്ര ത്യാഗം സഹിച്ച് നമ്മൾ എണീറ്റ് കഴിയുമ്പോൾ അന്നത്തെ ദിവസം ഈശോ ഫലദായമാക്കും. അത് ഒരുപാട് ബ്ലെസ്സിങ് ആയിരിക്കും. ഒരുപക്ഷെ നമ്മൾ അറിയത്തില്ല നമ്മളെ ദൈവം എങ്ങനെ വഴി നടത്തണേന്ന്. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ ഒരു ഫ്രണ്ട് പള്ളി ഓടി വന്ന വഴിക്ക് വണ്ടി ഇടിച്ചു. ആ പുറകിലെ വണ്ടിയുടെ ഇതൊക്കെ പോയല്ലോ. അപ്പൊ അവര് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നമുക്കൊന്നും പറ്റിയില്ല. ഇന്ന് എന്നെ വിളിച്ചിട്ട് പറയുക, ചേച്ചി അറിയാവോ, എൻ്റെ വണ്ടിയുടെ കംപ്ലീറ്റ് ഭാഗം പുറകിലത്തെ പോയി, ഇത്രയും വലിയൊരു ഇടിയായിച്ചേന്ന് ഞാൻ അറിഞ്ഞില്ലെന്ന്. അപ്പൊ നമ്മളെ ദൈവം എങ്ങനെ നമ്മളെ ഓരോ നിമിഷവും നമ്മളെ കൊണ്ട് നടക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയാൻ നമ്മുടെ ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഈശോ പറയാണ്, രാത്രിയിലും നമ്മൾ ഉറക്കത്തിലും നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. ഒരുപക്ഷെ ഈ കൂട്ടായ്മയുള്ളവർക്ക് അറിയാമായിരിക്കും, എന്നാലും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, രാവും പകലും നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. നമ്മുടെ ഉറക്കത്തിലും നമ്മുടെ ആത്മാവ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. കാരണം നമ്മൾ പകല് മുഴുവനും ഈശോയുടെ പ്രാർത്ഥനയിലും
സ്തുതിപ്പിലും ഒക്കെ ആയിരുന്നു എന്ന് വെച്ചു. രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പും പ്രാർത്ഥിക്കും, തിരിഞ്ഞു കിടക്കുമ്പോഴും നമ്മൾ ഈശോയ്ക്ക് നന്ദി പറയും, എണീക്കുമ്പോഴും നമ്മൾ ഈശോയ്ക്ക് നന്ദി പറയാം. എണീക്കുന്നതിനും ഇങ്ങനെ ഓരോ നിമിഷവും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ നാം പല പ്രാവശ്യം ഞാൻ പാട്ട് പാടുന്നതും പ്രാർത്ഥിക്കുന്നതും ഞാൻ ഓർത്ത് എന്റെ ദൈവം ഞാൻ ഉറക്കത്തിലായിരിക്കും. അപ്പോൾ ഈശോ വ്യക്തമാക്കി തരുവാണ്, രാവും പകലും നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ ആത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അതുപോലെ ഈശോയോട് ചേർന്ന് നമ്മൾ പോകാൻ ശ്രമിക്കുന്നു. ഞാൻ ഈ പറയുന്നതെല്ലാം എൻ്റെ മിടുക്ക് കാണിക്കുന്നതല്ല, ഒരിക്കലുമല്ല. കർത്താവിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമുക്ക് എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റും, നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെ മാത്രമാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഈശോ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എടുത്തു വെച്ച വചനഭാഗങ്ങളെ പോലും ഇന്ന് അതുപോലും എനിക്ക് ബൈബിളിൽ എനിക്ക് കാണാൻ പറ്റാതെ ലാസ്റ്റ് മൊമെന്റ് ഞാൻ പറഞ്ഞു, ഈശോയെ ശരി, നിന്റെ ഹിതം നടക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. 2 കൊറിന്തോസ് 4-ാം അധ്യായം ഇങ്ങനെ പറയുന്നുണ്ട്, 4-ാം തിരുവചനം, ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു, തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. നമ്മൾ ഒന്നോടെ ഒന്ന് സൂക്ഷിച്ചു വായിക്കുമ്പോൾ നമുക്കറിയാം, അവിശ്വാസികളുടെ ഹൃദയത്തെ ഈ ലോകത്തിന്റെ ദേവൻ അന്ധമാക്കിയിരിക്കുകയാണ്. കാരണം അതുകൊണ്ടാണ് അവര് പുരോഹിതരെ കുറ്റം പറയുന്നതും കർത്താവിനെ കുറ്റം പറയുന്നതും പ്രാർത്ഥിക്കുന്നതിന് കുറ്റം പറയുന്നത്. വലിയ പ്രാർത്ഥനക്കാര് നമ്മളെ പലതും നമ്മൾ കേൾക്കും. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലുള്ളവർ നമ്മളെ ഉപേക്ഷിക്കുകയല്ല, നമ്മളെ പറയണത് നമ്മളെ കളിയാക്കും, എന്തൊരു പ്രാർത്ഥനയാണെന്ന് ചോദിക്കും. പക്ഷെ നമ്മള് ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, ഇവരെ നമ്മൾക്ക് കുറ്റം പറയണ്ട, നമ്മൾ അവരെ വിധിക്കണ്ട. നമ്മളെ വിധി മുഴുവൻ പിതാവായ ദൈവത്തിനാണ്, നമുക്ക് ആർക്കുമല്ല. അതുകൊണ്ട് ഇവരുടെ കണ്ണുകൾ അടഞ്ഞ് ആ ദേവൻ അവരുടെ കണ്ണുകൾ അടച്ചത് കൊണ്ടാണ് അവർക്ക് കാണാൻ പറ്റാത്തത്. അത് തുറക്കണമെങ്കിൽ അവര് തന്നെ ദൈവത്തിലേക്ക് വരണം, എന്നാൽ മാത്രമേ അത് തുറക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതുപോലുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. ഈ ഒരു ഒറ്റ കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതി, നമ്മൾ ദൈവത്തിന്റെ കൂടെയാണ്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുളി ചെയ്തു. ദൈവം തന്നെയാണ് ക്രിസ്തുവിന്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിന്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടത്, ഇതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. ക്രിസ്തുവാകുന്ന പ്രകാശത്തെ ഈ അന്ധകാരം കീഴടക്കണം, എന്നെങ്കിൽ മാത്രമേ അടച്ചു വെച്ചിരിക്കുന്ന അന്ധമായിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ തുറക്കാൻ സാധിക്കൂ. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ തേജസ്, പ്രകാശം അവരിലേക്ക് വന്ന് അടിക്കുമ്പോൾ മാത്രമേ അവരുടെ ഹൃദയങ്ങൾ തുറക്കുകയുള്ളൂ. സോറി. നമുക്ക് പരിശുദ്ധ അമ്മയുടെ ഒരു അനുഭവം കൂടി പങ്കുവെച്ചിട്ട് സമയമാണെങ്കിൽ ബേസിട്ട ഒന്ന് പറയണം കേട്ടോ. പറഞ്ഞോളാം. ഓക്കെ, താങ്ക് യു. ഇത്രയും നമ്മൾ പറഞ്ഞു. പരിശുദ്ധ അമ്മയുടെ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ അറൗണ്ട് 2006 ആണെന്ന് തോന്നുന്നു. 2006 ഞാൻ രണ്ടാമത് പ്രഗ്നന്റ് ആയി. എനിക്കൊരു മോനുണ്ട്, രണ്ടാമത് പ്രഗ്നന്റ് ആയി. ആ സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു. അപ്പൊ ആ അറിയുന്നതിന് ഒരാഴ്ച മുമ്പേ ഞാൻ കണ്ടു, ഞങ്ങളുടെ ലോഞ്ചിൽ പരിശുദ്ധ അമ്മ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു, അയ്യോ, പരിശുദ്ധ അമ്മേനെ കണ്ടു, അപ്പൊ എന്തോ നല്ലത് സംഭവിക്കും എന്നുള്ള ഒരൊറ്റ ഇതിലാണ് ഞാനിരുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ സ്കാനിങ്ങിന് പോയപ്പോൾ അറിഞ്ഞു മിസ്കാരിയേജ് ആണെന്ന്. അതെന്നെ വല്ലാതെ തളർത്തി. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, ഇങ്ങനെയൊന്നും ഉണ്ടാവും നമ്മൾ ഓർക്കുന്നില്ല. പോകുന്ന വഴിക്ക് ഞാൻ ഇങ്ങനെ ഓർക്കുവാണ്, എൻ്റെ ദൈവമേ, ഇവിടുത്തെ കറിയെ പോലെ ഞാൻ കള്ളു കുടിക്കുന്നില്ല, ബീഡി വലിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, അപ്പൊ ഇത് നോർമൽ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത്. അവിടെ ചെന്ന് ഇത് ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എനിവേ അതെല്ലാം കഴിഞ്ഞു. ഡിയാൻസി ചെയ്തു. അപ്പം അതെല്ലാത്തിന് ശേഷം 3-ാമത്തെ ദിവസം ഞാനിങ്ങനെ കിടന്നുറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങാൻ കിടന്നു. ഹസ്ബൻഡ് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, മോൻ ചെറുതുവാ. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം വല്ലാത്തൊരു വേദന എൻ്റെ ഹൃദയത്തെ മുറിക്കുകയാണ്. ആരോടും പറയാനും പറ്റത്തില്ല. ഇങ്ങനെ തകർത്തടിച്ച് കരഞ്ഞു. രാവ് മുഴുവൻ ഞാൻ കരയുമായിരുന്നു.
ആ സമയത്ത് ഞാനൊരു വിഷനാണോ സ്വപ്നമാണോ എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ കാണുവാണ്. പരിശുദ്ധ അമ്മ ഞാനിങ്ങനെ വലത് സൈഡിലേക്ക് ചരിഞ്ഞു കിടക്കണം. പരിശുദ്ധ അമ്മ എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ അവിടെ വന്നിരുന്ന് എൻ്റെ തൊടയിൽ ഇങ്ങനെ കൈവച്ചു. ഈശോ തൊട്ടപ്പുറത്തിരിക്കുന്നു. ഇങ്ങനെ വന്ന് അമ്മ എന്നെ ഇങ്ങനെ പിടിച്ചു. അമ്മ ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചു. എന്നാണെന്നൊന്നും എനിക്കറിയത്തില്ല. ആ രാത്രി മുഴുവനും അമ്മയും ഈശോയും എൻ്റെ അടുത്തുണ്ടായിരുന്നെന്ന് മാത്രം എനിക്കറിയാം. പിറ്റേ ദിവസം ഞാൻ ഉണർന്ന് എണീറ്റപ്പോൾ പുതിയൊരു സൃഷ്ടിയാണ്. ഒറ്റ ദിവസം കൊണ്ട്. ഇതങ്ങനെ വലിയ സന്തോഷം. സന്തോഷം എന്ന് പറഞ്ഞാൽ ബൈബിളിൽ പറയുന്നുണ്ട്, മലാക്കിയുടെ പുസ്തകമാണെന്ന് തോന്നുന്നു, ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, തൊഴുത്തിൽ നിന്ന് പശുക്കുട്ടി എന്ന പോലെ ഞാൻ തുള്ളിച്ചാടിയെന്ന്. ആ ഒരു വാക്യം എൻ്റെ ജീവിതത്തിൽ സത്യമായി. കാരണം അന്ന് മുതൽ പ്രാർത്ഥിക്കാൻ സാധിച്ചു. ബൈബിള് വായിക്കാൻ പറ്റി. ബൈബിള് വായിച്ചാൽ നിർത്താൻ പറ്റാത്തവണ്ണം ബൈബിള് വായിക്കാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ വലിയൊരു കൃപ എനിക്ക് കിട്ടി. അങ്ങനെയാണ് ഈശോയിലേക്ക് ഞാൻ തിരിച്ചു വന്നത് തന്നെ. അപ്പോൾ അമ്മയിലൂടെയാണ്, ഈശോയെ തൊട്ടടുത്തുണ്ടായിരുന്നെങ്കിലും അമ്മയാണ് ആദ്യമായിട്ട് എൻ്റെ ശരീരത്തിൽ വന്ന് പിടിക്കുകയും അമ്മയാണ് എന്നെ ആശ്വസിപ്പിച്ചതും എല്ലാം സംസാരിച്ചതും. പിറ്റേ ദിവസം മുതൽ ബൈബിള് വായിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും സ്വർഗത്തിന്റെ സ്വപ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സ്വപ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ ദിവസവും സംഭവിക്കേണ്ട കാര്യങ്ങൾ ഈശോ കാണിച്ചു തരും. നിസ്സാരം ഒരു ലെറ്റർ വരുന്നുണ്ട്, അതിനു മുമ്പ് അതുവരെ കാണിച്ചു തരുവാണ്. അങ്ങനെ കർത്താവ് കൈപിടിച്ച് ഈ 2006 മുതൽ ഈശോ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോവാണ്. അപ്പൊ ഈ ഒരു 3-4 കൊല്ലം മുമ്പ് അപ്പൊ അമ്മയുടെ സുഗന്ധം ലഭിക്കും. അമ്മ ഇങ്ങനെ സംസാരിക്കുന്ന സ്വപ്നത്തിലൂടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നെങ്കിലും കഴിഞ്ഞ ഒരു 3-4 കൊല്ലം മുമ്പ് അമ്മ ഓരോ അസുഖം വരുമ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. ഓരോ അസുഖം വരുമ്പോഴും എനിക്ക് കാണാം, ഞാൻ എൻ്റെ കണ്ണുനീരോടെ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ കണ്ണുനീരോടെ വിളിക്കുമ്പോൾ അമ്മ ഊട്ടി വരും. പരിശുദ്ധ അമ്മയുടെ ആ സാന്നിധ്യത്തിൽ അമ്മ വന്ന് ആശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഒരു ദുഃഖം ഉണ്ടാവുകയില്ല. ഒരു പക്ഷേ നമുക്ക് അപ്പനും അമ്മയും ഇല്ലായിരിക്കും. എനിക്ക് അപ്പനും അമ്മയില്ല. അപ്പനും അമ്മയും ഇല്ലായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടാവില്ലായിരിക്കും. പക്ഷെ നമ്മുടെ മക്കൾ നമ്മളെ ഉപേക്ഷിച്ചായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ ഈ കൂട്ടായ്മയിൽ ആരെങ്കിലും വേദനിക്കുകയോ വിഷമിക്കുകയോ നിരാശയിലായിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ഓർക്കുക, അമ്മയുടെ കരം പിടിച്ച് ഈശോയിലേക്ക് വരിക. അവിടെ സമാധാനവും സന്തോഷവും എല്ലാം നമുക്ക് കിട്ടും. നമ്മൾ കടന്നു പോകുന്ന സഹനങ്ങളെ എല്ലാം സന്തോഷങ്ങളാക്കി മാറ്റാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും. ഇപ്പോൾ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് ഓരോരുത്തരെയും സമർപ്പിക്കാം. കർത്താവിൻ്റെ വലിയ കൃപയാൽ ഈശോയോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, സകല വിശുദ്ധരോട് ചേർന്ന് നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ വിശുദ്ധ കുർബാന നമ്മൾ ഓരോ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് നടന്നു പോകുന്ന വിശുദ്ധർ പറയുകയാണ്, നമ്മൾ ഓരോ പ്രാവശ്യം വിശുദ്ധ കുർബാനയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള യാത്രയാണെന്ന്. അപ്പം സ്വർഗത്തിലേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ വിശുദ്ധ കുർബാനയ്ക്കും. ഞാൻ മോനെ എന്തെങ്കിലും പള്ളി പോകാതിരിക്കാൻ എന്തെങ്കിലും ഇടദിവസങ്ങളിൽ പറ്റിയില്ലെങ്കിൽ ഞാൻ പറയും, മോനെ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്രയാകട്ടോ. അപ്പം എന്തെങ്കിലും നിവൃത്തി കൊണ്ട് അവൻ വരും എന്ന് പറഞ്ഞ പോലെ, ഇതിപ്പം ഞാൻ ഇത് പൊക്കി പറയുന്നതല്ല കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തോട്, എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള അനുഭവങ്ങൾ മാത്രം വെച്ചാണ് ഞാൻ ഇത് പറയുന്നത്. ജെറമിയായുടെ പുസ്തകം 23-ാം അധ്യായം 29-ാം തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവവചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയും അല്ലേ? കർത്താവ് ചോദിക്കുന്നു. ഞാൻ ബൈബിള് തുറന്നപ്പോൾ ആദ്യം കിട്ടിയ വചനമായിരുന്നു ഇത്. അപ്പം ദൈവത്തിന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമാണ്. നമ്മള് കഠിന ഹൃദയരായ മനുഷ്യരുടെ ഹൃദയം തുറക്കണമെങ്കിൽ ദൈവത്തിന്റെ ഒരേ ഒരു വചനം മതി. അത് ശരിക്കും ആ ഒരു മനുഷ്യ ജീവിതത്തെ തകർക്കാൻ പറ്റുന്ന, മനുഷ്യ ജീവിതത്തിന്റെ ആ ബലമായിട്ടിരിക്കുന്ന ആ പാറയെ തകർത്ത് മൃദുലമായ ഹൃദയം, അതായത് ഈശോ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു ഹൃദയം നൽകാൻ ഈ പരിശുദ്ധ വചനത്തിന് സഹായിക്കുമെന്ന് ജെറമ്യ പ്രവാചകൻ നമ്മളോട് പറയുകയാണ്. കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ് ജെറമ്യയിലൂടെ. ഇങ്ങനെ ഈ വചനത്തിന്റെ ശക്തിയിൽ ജീവിക്കുന്ന ഒരുപാട് മക്കള് നമ്മുടെ ഇടയിലുണ്ട്. അവരെല്ലാം നമ്മൾ നോക്കുമ്പോൾ
അവരെല്ലാം ദൈവത്തിന് സാക്ഷികളായിട്ടാണ് നിൽക്കുന്നത്. കർത്താവിന്റെ സാക്ഷിയായി നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മൾ മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കുകയും കർത്താവിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടു വചനത്തിന്റെ പാറയെ തകർക്കുന്ന കൂടം പോലെ അല്ലയോന്നുണ്ട്. എബ്രായ 4:12 പറയുന്നുണ്ട്, ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മച്ചയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അപ്പം അതുമായിട്ട് നമ്മൾ കോറിലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ വചനം സജീവവും ഊർജ്ജസ്വലവും ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതുമാണ്. അപ്പോൾ നമുക്കറിയാം, പാറയെ തകർക്കുന്ന കൂടം പോലെ ഇവിടെ മൂർച്ചയേറിയ എന്തിനേയും വെട്ടി നുറുക്കി എത്ര വലുതാണെങ്കിലും അതിനെ ചെറുതാക്കി ഒന്നുമല്ലാതാക്കി തീർക്കാൻ ഈ വചനത്തിന് സാധിക്കുമെന്ന് ഇവിടെ എബ്രായരുടെ ലേഖനത്തിൽ നമ്മൾ കാണുകയാണ്. ആത്മാവിലും മജ്ജയിലും ഓരോ കോശത്തിലും ഇത് കടന്നു ചെല്ലും. ഈ വചനത്തിന്റെ ശക്തി പാഞ്ഞ് ചെല്ലും. സ്വർഗത്തിൽ നിന്നും ദൈവം അയക്കുന്ന വചനത്തിന്റെ ശക്തി ഓരോ മക്കളിലേക്കും കടന്നു ചെല്ലുമ്പോൾ ഇവരെല്ലാവരും പുതിയൊരു സൃഷ്ടിയായി മാറുകയാണ്. കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഈശോയെ, ഇന്ന് അവിടുന്ന് തന്ന ഈ മക്കളെ ഓരോരുത്തരെയും അമ്മ വഴിയായിട്ട് അമ്മയുടെ മുമ്പിലെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയ്ക്കല്ലാതെ വേറെ ആർക്കും മഹത്വമില്ല. എല്ലാത്തിനും ഞങ്ങൾ മഹത്വം തരേണ്ടത് കർത്താവിന് മാത്രമാണ്. ദൈവമാണ് സകലത്തിന്റെ സൃഷ്ടാവ്. ഈശോയെ ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാവായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഈശോയെ സ്നേഹമേ, ഈശോയെ സ്നേഹമാകുന്ന ദൈവമേ, ആരാധിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം ശക്തിയായി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങളെ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ വചനം മനുഷ്യനെ ദൈവത്തിന് അനുയോജ്യമായ വചനമാക്കി ഹൃദയമാക്കി മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കർത്താവേ നന്ദി. അമ്മേ, കൂട്ടായ്മയിലേക്ക് കടന്നു വരണമേ. ഓരോ ഭവനങ്ങളിലേക്കും അമ്മ കടന്നു ചെല്ലണമേ. അമ്മേ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. പ്രഭാഷകന്റെ പുസ്തകം 19-ാം അധ്യായം 20-ാം തിരുവചനം പറയുന്നു ഇങ്ങനെയാണ്: എല്ലാ ജ്ഞാനവും ദൈവഭക്തിയിൽ അടങ്ങുന്നു. ഇപ്പൊ ഈ ഒരൊറ്റ വാചകത്തില് നമ്മൾ ദൈവത്തെ കാണുന്നേ, എല്ലാ ജ്ഞാനവും ദൈവഭക്തിയിൽ അടങ്ങുന്നു. കർത്താവ് പറയാണ്, ഈ ലോകത്തെ സൃഷ്ടിച്ച് ഇന്ന് സയൻസിനെ തേടി പോകുന്ന, അല്ലെങ്കിൽ ഇവിടെയൊക്കെ എന്തിനും എവിഡൻസ് കാണിക്കണം. നമ്മൾ എന്തിനും എവിഡൻസ് ഇല്ലാതെ ഒരു കാര്യം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് എല്ലായിടത്തും അങ്ങനെയായിരിക്കും. പക്ഷെ കർത്താവ് പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ: ദൈവഭക്തിയിലാണ് എല്ലാ ജ്ഞാനവും അടങ്ങിയിരിക്കുന്നത്. നമ്മൾ സർവ്വതും മറന്ന് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ആ ദൈവത്തിന്റെ ജ്ഞാനത്തിന് തുല്യമായി വരും. കർത്താവ് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. നമ്മൾ പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് വിട്ടുകൊടുക്കുമ്പോൾ ദൈവത്തിന്റെ ജ്ഞാനം ഓരോ മക്കളിലേക്കും തിരിച്ചു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ദൈവഭക്തി നമ്മൾ പറയും, ഈ ഒരു വലിയ ഭക്തിക്കാരി കടന്നു പോകുന്ന കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഈ നമ്മളെ കളിയാക്കുന്ന മക്കള്, അല്ലെങ്കിൽ നമ്മളെ തള്ളി പറയുന്നവര് നാളെ നമ്മുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് ഇടവരുത്തും. അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ നമ്മുടെ അടുത്ത് വന്നേ തീരൂ. അല്ലെങ്കിൽ അവർ ആരുടെയെങ്കിലും അടുത്ത് പോയി പ്രാർത്ഥിച്ചിരിക്കും. അത് ദൈവത്തിന്റെ വാക്കാണ്. കാരണം ഈശോനെ തള്ളി പറയുന്നവർക്ക് ഒരിക്കലും ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കില്ല. നമുക്കറിയാം, യൂദാസ്ലീഹ പാപം ചെയ്ത് അകന്നു പോയിട്ട് പത്രോസിനെ പോലെ തിരിച്ചു വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്കറിയാമായിരുന്നു, രക്ഷപ്പെട്ടു പോയേനെ. പക്ഷെ പാപം ചെയ്ത് അവൻ പാപമോചനത്തിനായിട്ട് ഈശോയുടെ അടുത്ത് വരാതെ, അല്ലെങ്കിൽ അനുതപിക്കാത്തത് കൊണ്ട് സ്വന്തം ആത്മാവിനെ അവൻ നശിപ്പിച്ചു. കർത്താവ് നമ്മളിൽ നിന്ന് ഓരോരുത്തരിലും ആഗ്രഹിക്കുന്നത് അനുതാപമാണ്.
ആ കരുണയുടെ കയർ പിടിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഈശോയിലേക്ക് നടന്നു പോകാം. അതിന് പരിശുദ്ധ അമ്മയാണ് നമ്മളെ പിടിക്കുന്നത്. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നത്. ഒരു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ ഇന്ന് എന്തെങ്കിലും സംസാരിച്ചെങ്കിൽ അതൊന്നും എനിക്കറിയത്തില്ല, ഞാനൊന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്തില്ല, ഇനി അനുവദിച്ചില്ല കർത്താവ്. ആരാധനയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ എനിക്ക് സാധിച്ചുള്ളൂ. അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതൊന്നും എൻ്റെ കടമയോ എൻ്റെ കഴിവല്ല. എല്ലാം ജീവിക്കുന്ന ദൈവത്തിന് മാത്രം. എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഒരുപക്ഷെ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഈശോ എല്ലാം കാണുന്നു. അതിനെല്ലാം ഇരട്ടിയായി കർത്താവായ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കും. പരിശുദ്ധ അമ്മ ഓരോ ഭവനങ്ങളിൽ വന്ന് കുറവുള്ളിടത്തെ കുറവുകളെല്ലാം നീക്കി അമ്മ നിങ്ങളെ നിരന്തരം നയിച്ചുകൊണ്ടിരിക്കും. നമുക്ക് അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാൻ. ദൈവമായ കർത്താവ്, ഈ സമയം അത്രയും കുരിശിന്റെ വഴിയിലൂടെ, വചന വഴിയിലൂടെ നമ്മളെ നയിച്ച സഹോദരങ്ങളെ പ്രത്യേകം നന്ദിയോടെ ഓർക്കാം. അന്വേഷ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഈ ഇത്രയും സമയം വചനം തന്ന് നമ്മളെ അനുഗ്രഹിച്ച ലിസി ജേക്കബിനെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. മകളെയും കുടുംബത്തെയും മോനെയും എല്ലാം ദൈവം കൂടുതലായിട്ട് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അന്വേഷ കൂട്ടായ്മയിലുള്ള മകളാണ്. UK നേഴ്സായി ജോലി ചെയ്യുന്നു. അതുപോലെ വചനം പങ്കുവയ്ക്കുവാനും കൂടുതൽ തീക്ഷ്ണതയോടെ ദൈവികമായ ശുശ്രൂഷ നടത്തി മുന്നോട്ട് പോകുന്ന മകളെ പ്രത്യേകം ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടുതൽ ശക്തിയോടെ വചനം പ്രഘോഷിക്കുവാനുള്ള വലിയ കൃപ നമ്മൾ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അന്വേഷ കൂട്ടായ്മയിൽ കൂടുതൽ ശക്തിയോടെ നമുക്ക് അവൾക്കും കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം അവൾക്ക് വേണ്ടിയും കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ച ബീന പാട്രിക്ക്, ജോൺസിനെയും പ്രത്യേകം നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീയുടെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കണമെന്നോ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്ക് ഇന്നത്തെ പ്രാർത്ഥന ചെയ്യാം. നമുക്ക് നെറ്റിയെ കുറിച്ച് വരയ്ക്കാം. വിശുദ്ധ കുരിശിന്റെ ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും ആമേൻ. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.